ഹായ് എവ്രി വൺ, ഐ ആം ആലിയ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വേറൊന്നിനുമല്ല. നമ്മുടെ മാർക്കറ്റ്സിൽ ഇന്ന് ഒരുപാട് സെറംസ് അവൈലബിൾ ആണ് അല്ലേ. നമ്മുടെ സ്കിൻ കെയർ എന്നൊരു ടോപ്പിക്ക് വരുമ്പോൾ തന്നെ അതിൽ ഏറ്റവും ഹൈപ്ഡായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് സെറം. നമ്മുടെ മാർക്കറ്റ്സിൽ പലതരത്തിലുള്ള ഒരുപാട് സെറംസ് അവൈലബിൾ ആണ്. പല സ്കിൻ കൺസേൺസിന്, പല സ്കിൻ ടൈപ്സിന്, പല രീതിയിലൊക്കെ യൂസ് ചെയ്യേണ്ട, ചിലത് നമ്മൾ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യേണ്ട സെറംസ്, അങ്ങനെ ഒരുപാട് സെറം അവൈലബിൾ ആണ്. നമ്മൾ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് തിങ് നമ്മൾ അറിയേണ്ടത്, നമ്മൾ കറക്റ്റ് നമ്മുടെ സ്കിന്നിന് എന്താണോ വേണ്ടത് ആ സെറമാണ് യൂസ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിന്ന് കുറേ യൂട്യൂബ് അങ്ങനെയുള്ള കുറേ പ്ലാറ്റ്ഫോംസിൽ കുറേ കേൾക്കുന്നുണ്ട്, പല ഇൻഫ്ലുവൻസേഴ്സ് പലത് യൂസ് ചെയ്തിട്ട് ഈ റിസൾട്ട് വന്നു, ആ റിസൾട്ട് വന്നു, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ബട്ട് അതൊക്കെ നമ്മൾ കണ്ടതെല്ലാം വാരി യൂസ് ചെയ്യുന്നേക്കാളും നമ്മുടെ സ്കിൻ കൺസേൺ എന്താ, നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ സ്കിൻ കൺസേൺ എന്താണെന്ന് മനസ്സിലാക്കുക. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ സെറം യൂസ് ചെയ്യാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നമ്മളെക്കുറിച്ച് അറിയേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മുടെ സ്കിൻ ടൈപ്പ്, നമ്മുടെ സ്കിൻ കൺസേൺ ഒക്കെ എന്താണെന്നുള്ളത്. എന്നിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറംസ് യൂസ് ചെയ്യുക. അല്ലാതെ എല്ലാം കണ്ട് വലിച്ചു വാരി യൂസ് ചെയ്തിട്ട് നമുക്ക് അതിന് പ്രത്യേകിച്ച് ഒരു ബലം ഉണ്ടാവില്ല. മാത്രമല്ല നമ്മൾ മോർണിംഗ് ടൈമിൽ സെറംക്ക് യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ മാക്സിമം ഇടാൻ ശ്രദ്ധിക്കുക. കാരണം കുറേ ആക്റ്റീവ്സ് ആണല്ലോ, നമ്മളത് യൂസ് ചെയ്യേണ്ട രീതിക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ അത് വിപരീതമായിട്ട് അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ എന്തിനാണോ അത് യൂസ് ചെയ്യുന്നത് അതിനൊരു ഉപകാരം ഇല്ലാതായി പോകും. സോ നമ്മളെന്താ സെറം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ട്. അതായത് സൺസ്ക്രീൻ യൂസ് ചെയ്യുക, ഓവറായിട്ട് യൂസ് ചെയ്തിരിക്കുക. ഇപ്പം നമ്മൾ ബിഗിനർ ആണെങ്കിൽ കുറഞ്ഞ കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്യുക, പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക, ആൻഡ് നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റുന്നതാണോ എന്ന് നോക്കുക. എല്ലാം നല്ല സ്റ്റഡി ചെയ്തിട്ട് മാത്രം സെറംസി വാങ്ങി യൂസ് ചെയ്യുക. ഓക്കെ, അല്ലാതെ കണ്ടതെല്ലാം വലിച്ചു വാരിയിട്ട്, കാരണം പലർക്കും ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ആക്നെ വരുന്ന ഇഷ്യൂസൊക്കെ ബിക്കോസ് ഓഫ് ഈ സെറംസ് യൂസ് ചെയ്തിട്ട്. പിന്നെ മാത്രമല്ല വൈറ്റമിൻ സി പോലുള്ള ആക്റ്റീവ്സ് യൂസ് ചെയ്തിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ അവരുടെ ആ ഒരു സ്കിൻ കുറച്ചുകൂടെ ഡള്ളാവുകയും ടാൻ ആവുകയും ഒക്കെ കേട്ട് അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്. സോ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആർക്കും അറിയില്ല മീൻസ് ആരും അത്രത്തോളം അവെയർ അല്ല ഏതൊക്കെ സെറം, ഏതൊക്കെ സ്കിൻ കൺസേണിന് അങ്ങനെ അത്രയ്ക്ക് അവെയർ അല്ല. സോ ഞാനും ഫുള്ളി സ്റ്റഡി ചെയ്ത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും ഞാൻ ഒരു സെറം യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെപ്പറ്റി നല്ല രീതിക്ക് റിസർച്ച് ചെയ്തിട്ട് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളൂ. ആൻഡ് ഞാൻ ശരിക്കും നോക്കിയിട്ടാണ് വേറെ ഉള്ളവർക്ക് സജസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1 year എബവ് ആയിട്ട് സെറം യൂസ് ചെയ്യുന്ന ആളാണ്. അത്ര നാളായിട്ടുള്ളൂ. കാരണം എനിക്ക് സെറംസ് യൂസ് ചെയ്യാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു, കാരണം ഇങ്ങനെ ഇഷ്യൂസൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഞാനൊരു 6 ബോട്ടിൽ ഓഫ് സെറം 6 or 7 യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു 6 ടൈപ്സ് ഓഫ് സെറമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം പറയാം. അതിൽ നിയാസിനമൈഡ്, വൈറ്റമിൻ സി ആൻഡ് ഗ്ലൈക്കോളിക് ആസിഡ് ആണുള്ളത്. സോ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ പോകുന്നത് നിയാസിനമൈഡ് സെറമാണ്. നമ്മുടെ മാർക്കറ്റ്സിലൊക്കെ ഭയങ്കര പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു സെറമാണ് നിയാസിനമൈഡ് സെറം. ആൻഡ് ഞാൻ ഓൾറെഡി ഒരു 3 ബോട്ടിൽ ഓഫ് നിയാസിനമൈഡ് സെറം യൂസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. അതിൽ ഞാൻ ഡോക്കിൻ്റെ, നമ്മളെ ഇൻഫ്ലുവൻസേഴ്സൊക്കെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഡോക്കിൻ്റെ. സോ അതാണ് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നൊരു സെറം. ഞാൻ അത്ര അത് നല്ലതായിരിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല, എങ്കിലും നമുക്കത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കിയതാണ്. ഇതിൻ്റെ ഒരു 2 ബോട്ടിൽസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. തീർന്നതാണ് കേട്ടോ. 2 ബോട്ടിൽസ് ഞാൻ കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ ഈ പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് ആൻഡ് റൈസ് വാട്ടർ സെറം, ഈ 2 സെറമാണ് ഞാൻ നിയാസിനമൈഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 3 ബോട്ടിൽ ഓഫ് സെറം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എൻ്റെ സ്കിന്നിന് ഏറ്റവും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആക്റ്റീവാണ് നിയാസിനമൈഡ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം എപ്പോഴൊക്കെ നിയാസിനമൈഡ് സെറം യൂസ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് നല്ല റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ സ്കിൻ കുറച്ചുകൂടെ ബ്രൈറ്റൻ ആവുന്നു. എൻ്റെ ഈ പിമ്പിൾ മാർക്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ബ്ലർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, എനിക്ക് ചുണ്ടിന് ചുറ്റും നല്ല ഡാർക്ക്നെസ് ഉള്ള ആളായിരുന്നു. ഇപ്പോൾ ഒരുപാട് കുറവുണ്ട്. ചെറുതായിട്ട് ഉണ്ടെന്ന് എനിക്കറിയാം, ബട്ട് ഒരുപാട് കുറവുണ്ട്. ഇതൊക്കെ എനിക്ക് നിയാസിനമൈഡ് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ച് മാറുന്നതായിട്ട് ഫീൽ ചെയ്തത്. ആൻഡ് എൻ്റെ സ്കിന്ന് കുറച്ചൊരു ഗ്ലോ, ബ്രൈറ്റൻ ആൻഡ് ഇതൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.
ഓക്കെ, നമ്മൾ നിയാസിനമൈഡ് എന്ന് പറയുമ്പോൾ നിയാസിനമൈഡ് സിറം എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും തന്നെ മാച്ചായി പോകുന്ന ഒരു ടൈപ്പ് ഓഫ് സിറമാണ്. അതായത് ഓയിലി ആയിക്കോട്ടെ, ആക്നെ പ്രോൺ ആയിക്കോട്ടെ, സെൻസിറ്റീവ് ആയിക്കോട്ടെ, ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, എല്ലാ സ്കിന്നിനും സെറ്റായി പോകുന്ന ഒരു ടൈപ്പ് ഓഫ് സിറമാണ് നിയാസിനമൈഡ് സിറം. നമ്മൾ നൈറ്റ് ആൻഡ് മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണ്. മോർണിംഗ് ഇടുമ്പോൾ ഒരു കാര്യം മറക്കാതെ ശ്രദ്ധിക്കുക, സൺസ്ക്രീൻ മസ്റ്റായിട്ടും യൂസ് ചെയ്തിരിക്കുക. ആൻഡ് നമ്മളൊരു 2-3 ഡ്രോപ്സ് എടുക്കുക ആൻഡ് അപ്ലൈ ചെയ്യുക. ടോണർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടോണർ ഇട്ടതിന് ശേഷം ഇത് യൂസ് ചെയ്യുക. ആൻഡ് ഓക്കെ, ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമുക്ക് വൈറ്റമിൻ സി, ഹൈലറോണിക് ആസിഡ്, അതുപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡ് ഈ പറഞ്ഞ സിറത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് മാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏത് ബ്രാൻഡിൻ്റെ, ഇപ്പോൾ നിയാസിനമൈഡ് പല ബ്രാൻഡ്സിൻ്റെ ഉണ്ട്. എല്ലാ ബ്രാൻഡിൻ്റെയും നമുക്ക് സെറ്റ് ആവണമെന്നില്ല, കാരണം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മാറ്റം ഉണ്ടാവും. നിയാസിനമൈഡ് ആയിരിക്കും മെയിൻ കോൺസെൻട്രേറ്റ് ആയിട്ട് വരുന്നെങ്കിൽ പോലും എല്ലാ ബ്രാൻഡിൻ്റെയും നിയാസിനമൈഡ് സെറ്റ് ആവുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഡോക്കിൻ്റെ അടിപൊളിയായിരുന്നു എനിക്ക്, അതുപോലെ തന്നെ ഈ പ്ലമ്മിൻ്റെയും നല്ലതായിരുന്നു. എനിക്ക് രണ്ടും ഏകദേശം സിമിലർ പോലെയാണ് തോന്നിയത് സ്കിന്നിൽ വർക്ക് ചെയ്യുന്നത്. പ്ലമ്മിൻ്റെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന പോലെയും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല എനിക്ക് യൂസ് ചെയ്തതിൽ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നുന്നത് ഈ പ്ലമ്മിൻ്റെ സിറമാണ്. ഞാൻ ഇത്ര നാൾ യൂസ് ചെയ്ത സിറത്തിൽ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് ഈ പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് ആൻഡ് റൈറ്റ് സ്പോട്ട് സിറമാണ്. ദെൻ സെക്കൻഡ് പൊസിഷൻ ഞാൻ ഈ ഡോക്കിന് കൊടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ സ്കിന്നിൽ ഏറ്റവും നല്ലപോലെ വർക്ക് ചെയ്തിട്ടുള്ളൊരു സിറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിൻ്റെ 2 ബോട്ടിൽസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പ് പോലും കാണാനില്ല ആൻഡ് ഇതിൻ്റെ ഒരു ബോട്ടിലും കാണാനില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് സിറം വന്നിട്ട് വൈറ്റമിൻ സി സിറമാണ്. ഞാൻ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന വൈറ്റമിൻ സി സിറം ഡെർമാക്കോയുടെ വൈറ്റമിൻ സി സിറമാണ്. ഐ തിങ്ക് എനിക്കത് അത്രത്തോളം വർക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല, ബട്ട് വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ട് കേട്ടോ. എനിക്ക് നേരിട്ട് അറിയാവുന്നവരിൽ വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വൈറ്റമിൻ സി സിറം എല്ലാവർക്കും, അതായത് ലൈക്ക് എല്ലാ ബ്രാൻഡിൻ്റെ വൈറ്റമിൻ സി സിറവും ഒരുപോലെ വർക്ക് ആവണമെന്നില്ല. ആൻഡ് ഞാൻ ഈ പ്ലമ്മിൻ്റെ ഈ വൈറ്റമിൻ സി സിറം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഈ വൈറ്റമിൻ സി സിറം അതുപോലെ തന്നെ ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് വൺ കാലൻഡുല പ്ലസ് 10% വൈറ്റമിൻ സി സിറം ആണ്. ബാരിയർ ബൂസ്റ്റിംഗ് പ്ലസ് ഗ്ലോ സിറം ആണ് ഇത് വരുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറലായിട്ടുള്ള ഗ്ലോ ഒക്കെ റീസ്റ്റോർ ചെയ്യും, ഇതാണ് ഇത് അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് മാൻഡറിൻ പ്ലസ് വൈറ്റമിൻ സി ആണ് വരുന്നത്. ഇത് രണ്ടിലും ഇതാണ് എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ 2 സിറം എൻ്റെ സ്കിന്നിന് വർക്കിംഗ് ആണ്. ബട്ട് ആ ഡെർമാക്കോയുടെ വൈറ്റമിൻ സി സിറം എനിക്ക് അത്ര വർക്കിംഗ് അല്ലായിരുന്നു. എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ് കേട്ടോ. അങ്ങനെ ആക്നീസ് ഒന്നും അങ്ങനെ പൊതുവേ വരാറില്ല, ഇടയ്ക്ക് വരാറുണ്ട്, അത്ര തന്നെ. ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ വരാറുണ്ട്. സോ എനിക്ക് നോർമലി നമ്മുടെ വൈറ്റമിൻ സി സിറത്തിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡള്ളായിട്ടുള്ള സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യുക, അതുപോലെ തന്നെ ഈ പിഗ്മെൻറ്റേഷനൊക്കെ റെഡ്യൂസ് ചെയ്യുക, നമ്മുടെ സൺ ടാനൊക്കെ മൂലം വന്നിട്ടുള്ള ടാനൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യും, അതൊക്കെയാണ്. ബട്ട് വൈറ്റമിൻ സി സിറം ശരിക്കും ശ്രദ്ധിക്കണം, സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും. പിന്നെ ഞാൻ മുന്നേ നിയാസിനമൈഡിൻ്റെ കാര്യം പറഞ്ഞിരുന്നത്, അത് നമ്മൾ മെയിനായിട്ട് അത് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഓയിൽ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. വൈറ്റമിൻ സി സിറം നമുക്ക് എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാം, പക്ഷേ നിങ്ങൾ ബ്രാൻഡ് ഏതാണോ വാങ്ങുന്നത് അതനുസരിച്ചിരിക്കും. അത് ഏത് സ്കിൻ ടൈപ്പിനാണെന്ന് വെച്ചാൽ അങ്ങനെ വാങ്ങാം. ആൻഡ് നെക്സ്റ്റ് വണ്ണാണ് ഗ്ലൈക്കോളിക് ആസിഡ് സിറം. ഞാൻ ഈ ലോറിയലിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡ് സിറം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആകെ ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് സിറം മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് മൊത്തത്തിൽ പറയാൻ പറ്റില്ല, എങ്കിലും ഞാൻ പറയുകയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള യൂസേജ് എന്താണ്, നമ്മുടെ സ്കിൻ നമ്മുടെ ഡൾ സ്കിൻ മാറ്റുക, പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുക, പിമ്പിൾ മാർക്സ് റെഡ്യൂസ് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിൻ്റെ യൂസേജ് വരുന്നത്. പക്ഷേ ഈ ഗ്ലൈക്കോളിക് ആസിഡ് സിറം എനിക്കെന്താ ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വലുതായിട്ട് വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. ലോറിയലിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കത്ര വർക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല, ബട്ട് വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ട്. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ബ്രാൻഡിൻ്റെയും എല്ലാ സിറവും നമുക്ക് വർക്ക് ആവണമെന്നില്ല. ഇപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് വേറൊരു ബ്രാൻഡിൻ്റെ യൂസ് ചെയ്താൽ മേ ബി എനിക്ക് വർക്ക് ആവുമായിരിക്കും. അതുകൊണ്ട് ഇതെനിക്കത്ര വർക്കിംഗ് ആയിട്ട് തോന്നിയില്ല. ആൻഡ് എൻ്റെ സ്കിന്നിൽ പിമ്പിൾസ് വരുത്തുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ എം നോട്ട് ഷുവർ, കാരണം ആ ടൈമിൽ എനിക്ക് ഒരുപാട് ട്രാവൽസ് ഉണ്ടായിരുന്നു. അതുകാരണം ഈ ട്രാവലിംഗ് ഉള്ളപ്പോൾ എൻ്റെ സ്കിന്നിൽ ഇങ്ങനെ പിമ്പിൾസ് വരുന്നുണ്ട്. സോ ആ മന്ത് ഫുള്ള് എന്താ പറയുക, എനിക്ക് ഇങ്ങനെ ട്രാവലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കതിൽ ഉറപ്പില്ല. എങ്കിലും ഇത് എൻ്റെ സ്കിന്നിൽ വർക്കിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സോ ഈ പറഞ്ഞ സ്കിൻ കൺസേൺ ഉള്ളവർക്കൊക്കെയാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക.
ഓക്കെ, യൂസ് ചെയ്തിട്ടുള്ളൊരു 6 സിറത്തിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇത് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ എനിക്ക് ഇടയ്ക്കൊക്കെ പിമ്പിൾസ് വരാറുണ്ട്, ആ പിമ്പിൾ മാർക്സ് റെഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ എൻ്റെ ഹൈപ്പർ ഈ ചുണ്ടിന് ചുറ്റുമുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്നത്, ആൻഡ് എൻ്റെ ഡൾനെസ്, ടാനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സിറം ഫോക്കസ് ചെയ്താണ് ഞാൻ കൂടുതൽ വാങ്ങുക. അപ്പോൾ എല്ലാവരും സിറമൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ വാങ്ങുക. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എന്തിനെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ചോദിക്കുക. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.